വരമ്പിന്മേലെ കൊയ്തെടുക്കണ കതിരോണ്ട് നാടാകെ കല്യാണ സദ്യയൊരുക്കണ്ടേ, ഈ നാടാകെ പൊന്നോണ ചന്തമൊരുക്കണ്ടേ. മേലെ ചന്തേലാളും കൂട്ടം കലവില കൂട്ടണ് കേട്ടില്ലേ, ചെയ്താലിക്കാക്കാന്റെ കാളെ നടകാളെ, പൊന്നാലിക്കോയാന്റെ കാളെ നടകാളെ. എന്താ കുഞ്ഞുമാമേത് മേലിറങ്ങി പണിയെടുക്കുക? എനിക്കൊരു പാട്ടും പാടി നിന്നാ മതി. പണിയെടുത്ത് നടുവടിയുന്നതേ ഞങ്ങളുടെയാ. നിങ്ങൾ എന്താ രാഘവട്ട ഇങ്ങനെ കേട്ടിട്ടില്ലേ? എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാം. രണ്ടായാലും ആപത്തല്ലേ മാലു? എല്ല് മുറിഞ്ഞ കോട്ടയെന്ന് വെക്കാം, പല്ല് മുറിഞ്ഞ പിന്നെ തിന്നാൻ പറ്റുമോ? അതുകൊണ്ട് അത് വേണ്ട. മേലനങ്ങാതെ ഇരുന്ന് തിന്നുന്നതിന്റെ സുഖം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അയ്യോ, തീറ്റയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തെ, ചോറുണ്ടില്ല. ഹോ, എന്തൊരു തീറ്റയുടേത്? പുട്ടും പഴവും കഴിച്ചിട്ട് 10 മിനിറ്റ് അല്ലേ ആയുള്ളൂ. എന്താ അമ്മ ഇത്? ഞാനൊരു അസുഖക്കാരനാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അതിന് നിനക്ക് എന്താ അസുഖം? വിശപ്പിന്റെ അസുഖം. എടാ, നിന്റെ ഈ അസുഖത്തെ കുറിച്ച് അറിയാവുന്നോണ്ട് പറയുകയാ. നീ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച ആ 1 സഞ്ചി കാശിങ് തിരിച്ചു വന്നേക്കും. ഞാനേ എന്റെ വീട്ടിൽ പൊക്കോളാം. എന്താ കുഞ്ഞുമാമയ്ക്ക് ഇവിടെ ബോറടിച്ചു തുടങ്ങിയോ? ബോറല്ല, ചോറ് കിട്ടുന്നില്ല. മൊത്തം നീ തന്നെ തിന്നുവല്ലേ. എന്താ കുഞ്ഞുമാമ ഇത്? കാശ് തന്നാ കുഞ്ഞുമാമ എന്നെ വിട്ട് പോവില്ലേ? എപ്പോ പോയെന്ന് ചോദിച്ചാ മതി. അത് പാടില്ല. കുഞ്ഞുമാമയുടെ മരണം വരെ എന്റെ ഒപ്പം ഉണ്ടാവണമെന്നാ എന്റെ ആഗ്രഹം. മാത്രമല്ല, കുഞ്ഞുമാമ മരിച്ച ഈ പറമ്പിൽ തന്നെ കുഴിച്ചിടണം, എങ്കിലേ എനിക്ക് സമാധാനമാകൂ. അപ്പൊ നീ എന്റെ പോക്ക് കണ്ടിട്ടേ അടങ്ങുള്ളൂ അല്ലേ? ഓ, ബീഡി വലിക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല. കണ്ടില്ലേ നിന്ന് ചുമക്കണേ? ബീഡി വലിക്കേ ഒറ്റ കീറങ്ങ് വെച്ചെന്നാണില്ല. ഇതിവിടെ കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടായ ചുമയാ. മരുന്ന് മേടിക്കാൻ ഒരു 10 രൂപ താടാ. കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെങ്കിൽ വെറുതെ മരുന്ന് കഴിച്ച് കളയണ്ട, ഉണ്ടാക്കാനാ പാട്. ഇത് ഇതുവരെ പേറ്റ് കഴിഞ്ഞില്ലേ അമ്മേ? പെട്ടെന്ന് കൊണ്ടുപോയി ചോറാക്കുക. ഓ, ഇന്നത് 3ാമത്തെ തവണയാ ചോറ് വെക്കണേ. ഇത് നിനക്ക് തരില്ല, എനിക്കും പിള്ളേർക്കും ഉള്ളതാ. ഇങ്ങനെയുണ്ട് തീറ്റി. അപ്പോ വേലയിടത്ത് രാഘവൻ നായര് ഇന്നും പട്ടണി അല്ലേ? മനസാക്ഷി ഇല്ലാണ്ടായല്ലോ നിങ്ങൾക്കൊക്കെ. ഓ, മനസാക്ഷിയല്ല മനുഷ്യ, അരിയേ ഇല്ലാണ്ടായേ. ഇന്നലെ 5 കിലോ അരി വാങ്ങിയിട്ട് ഇത്രയും പെട്ടെന്ന് തീർത്തോ? മാലതി, നിന്റെ ദൂർത്ത് ഇത്തിരി കൂടുന്നുണ്ട് ട്ടോ. പിശുക്കൻ, അതിലെ 4.5 കിലോയും നീയാ തിന്നു തീർത്തേ. ബാക്കിയുള്ള 1/2 കിലോയും കൂടി അവന് തന്നെ പുഴുങ്ങി കൊടുക്കും പെങ്ങളെ. ഞാനത് തിന്നാ നിങ്ങൾ പട്ടിണിയാകുമല്ലോ എന്ന് മാത്രമല്ല, എന്റെ മക്കളും കൂടി പട്ടിണി കിടക്കേണ്ടി വരുമല്ലോ. ആ, സാരില്ല, അവർക്ക് കഞ്ഞിവെള്ളം കൊടുക്കാം അല്ലേ? അപ്പോഴും വിലയെടുത്ത രാഘവൻ നായര് നെറുകേട് കാണിച്ചിട്ടില്ല. മാലതി, കഞ്ഞിവെള്ളത്തിൽ ഉപ്പിത്തിരി അധികം ഇട്ടോളൂ. അതാവുമ്പോൾ കുട്ടികൾ അധികം കുടിക്കില്ല. അപ്പോ ബാക്കി എനിക്ക് കുടിക്കാലോ. എടാ, സുധയ്ക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ആണോ? നല്ല ആലോചനയാണേ, നമുക്ക് ഉടനെ നടത്താം. കുറെ കാലായി പപ്പടവും പഴവും പായസവും ഒക്കെ കൂട്ടി ഒരു സദ്യ കഴിച്ചിട്ട്. ഓ എടാ, തീറ്റി പ്രാന്ത് അതല്ല, ആ ചെക്കൻ എന്തേലും കൊടുക്കണ്ടേന്ന്. അതിനെന്താ കൊടുക്കാം? സദ്യ ആകുമ്പോ ഞാൻ ഒറ്റ കഴിച്ചാൽ തീരില്ലല്ലോ, അതുകൊണ്ട് അവന് കൂടി കൊടുക്കാം. എടാ, തീറ്റിയുടെ കാര്യമല്ല, സ്ത്രീധനം കൊടുക്കുന്ന കാര്യമാ ഉദ്ദേശിച്ചത്. ആണോ? ഞാനത് ഓർത്തില്ല. അല്ല, സുധ എവിടെ അമ്മേ? സുധേ, സുധേ, ദാ വരണു. സുധേ, നിന്റെ കല്യാണക്കാരിയാ ഇവിടെ പറഞ്ഞോണ്ടിരിക്കണേ. ആണോ? എന്താ നിന്റെ അഭിപ്രായം? എത്രയും പെട്ടെന്ന് തന്നെ കെട്ടിച്ചുടണം. എങ്കിൽ എനിക്കൊരു കാര്യം അറിയണം. എന്താ വല്യേട്ടാ? നീ കോളേജിൽ പോകുമ്പോ സ്ഥിരമായിട്ടൊരു പയ്യൻ നിന്റെ പുറകെ വരാറില്ലേ? ആരാ അവൻ? അയ്യോ, അങ്ങനെ ഒരാളില്ല വല്യേട്ടാ. ഇല്ലേ? കേട്ടോ അമ്മേ, എത്ര നിസ്സാരമായിട്ടാ ഇല്ലാന്ന് പറയണേ. ഇതിനാ നിന്നെ കോളേജിൽ പറഞ്ഞു വിട്ടത്? ഏതെങ്കിലും ഒരുത്തനെ കറക്കിയെടുത്ത് ഇറങ്ങി പോകാനുള്ളതിന് ഇല്ല പോലും. ഒരാളെങ്കിൽ ഒരാളെ ഇറക്കി വിട്ടാ അത്രയും കൂടി ചോറ് എനിക്ക് കഴിക്കാലോ. അതിനും സമ്മതിക്കില്ല ഇല്ലേ? അല്ല, എന്താ നിന്റെ കയ്യിൽ? നമ്മുടെ തെക്കേപ്പാടത്തെ 10 സെന്റ് സ്ഥലത്തിന്റെ ജപ്തി നോട്ടീസാ. ഇപ്പൊ പോസ്റ്റ്മാൻ തന്നിട്ട് പോയതാ. ഹൗ, അപ്പോ ആ കാര്യത്തിൽ ഒരു സമാധാനമായി. അതെന്താണ് അങ്ങനെ പറഞ്ഞേ? എങ്ങനെ ലോൺ അടിക്കുന്നു കരുതിയിരിക്കുവായിരുന്നു. ആരോടെങ്കിലും കാശ് കടം വാങ്ങണം, ബാങ്ക് വരെ നടന്നു പോകണം, ലോൺ അടക്കണം, തിരിച്ചു വരണം. ഹോ, ഏതായാലും ഇപ്പൊ ഒരു പരിഹാരമായി. അവര് തന്നെ വന്ന് ഇതെല്ലാം എടുത്തോണ്ട് പോവല്ലോ. ആഹാ, വിജയനും എത്തിയല്ലോ. ചേട്ടാ, ചേട്ടൻ അന്ന്
പണിയാ ചെയ്തത്? പണിയാ? ഇവൻ പണിയെടുക്കുന്നത് എന്നായിരുന്നു നീ കണ്ടിട്ടുണ്ടോടാ? ഇല്ല, അതില്ലാന്ന് എനിക്കറിയാം. പിന്നെന്താ നിന്റെ പ്രശ്നം? ഞാൻ കേസ് വാദിച്ചോളെന്നും പറഞ്ഞ ഏട്ടൻ ആരോടെങ്കിലും കാശ് മേടിച്ചോ? എന്താ? അതെങ്ങനെ ശരിയോ? എതിർഭാഗം വാദിക്കുന്നതും ഞാൻ തന്നെയാ. അപ്പൊ എളുപ്പമായല്ലോ. വാദിഭാഗവും പ്രതിഭാഗവും നീ തന്നെ വാദിച്ചാ പിന്നെ ജഡ്ജിയുടെ ആവശ്യമില്ലല്ലോ. ഓ, ഈ ഏട്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഏട്ടാ, എന്റെ സീനിയർ വക്കീലിന്റെ മോളെ കല്യാണം കഴിക്കാവോന്ന് സാറ് ചോദിച്ചു. ആ കല്യാണം നടന്ന എനിക്ക് ഒത്തിരി കേസ് കിട്ടും. ഇതെന്തോ, അവൾ അത്രയ്ക്ക് പ്രശ്നക്കാരിയാണോ? അയ്യോ, അതല്ല, സാർ എനിക്ക് കേസ് തരുന്ന. സ്ത്രീധനം വല്ലതും കിട്ടോടാ? അതൊക്കെ നമുക്ക് കണക്ക് പറഞ്ഞു മേടിക്കാം. എങ്കിൽ ആ കാശ് കൊണ്ട് സുധയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. രാഘവ, എന്താണ് നിന്റെ അഭിപ്രായം? പായസം 3 തരം വേണം. എന്നാ ഞാൻ പോയി വലുതും കഴിച്ചിട്ട് വരാം. മാലതി വരിക, ചോറ് തരിക. എല്ലാടെയും തലേ തലച്ചോറാ, പക്ഷെ ഇവന്റെ തലേ മാത്രം ചോറ് ചോറുന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാടാ? എടാ വിജയ, എന്താണ് ദാസ? അല്ല കുഞ്ഞമാമ, എനിക്ക് എന്റെ കാശ് കിട്ടണം. ഇനി കഷ്ടപ്പെടാൻ എന്നെ കൊണ്ട് മേല. അതുകൊണ്ട് നിന്റെ ഏട്ടന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചാൽ മതിയാകൂ. ചാളക്കറി കൂടി ഉണ്ടായിരുന്നേ, കുറച്ചും കൂടി ചോറ് കഴിക്കായിരുന്നു. ഉള്ള കറിയാണെങ്കിൽ തീർന്നും പോയി. സാരമില്ല, അരമണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടി ട്രൈ ചെയ്യാം. രാഘവ, നീ ഇതിലൊരു ഒപ്പിട്ടേ. എന്താ? കുഞ്ഞുമാമയുടെ സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതി തരാനാണോ? ആ പൂതി അങ്ങ് മനസ്സിരിക്കട്ടെ. നീ വാങ്ങിയ കാശോ തിരിച്ചു തരുന്നില്ല. ഇപ്പൊ എനിക്ക് ഒരു 5 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വേണം. മോളെ കെട്ടിക്കാനാ. അതിനെ ഞാൻ എന്റെ ഒരു കിഡ്നി അങ്ങ് വിൽക്കാന്ന് വെച്ചു. കുഞ്ഞുമാമേ, ഒരു കിഡ്നി കൊണ്ട് കല്യാണ ചെലവ് നടക്കുവോ? നമുക്ക് 2ഉം കൊടുത്താലോ? എന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും കിട്ടൂ. തൽക്കാലം വേണം മതി. മേലെടുത്തുകാര് അത്രയ്ക്ക് നെറുകേട് കാണിക്കാൻ പാടില്ല. ഏതായാലും നീ ഒപ്പിട്. സാക്ഷിയായിട്ട് ഇനി നിന്റെ ഒപ്പം കൂടി മതി. മതിയെങ്കിൽ മതി. മാലതി, മാലു, ഇതെവിടെയാ നീ? ദാ വരുന്നു ഏട്ടാ. ഊണ് കഴിച്ചു കഴിഞ്ഞാ എനിക്ക് ഉറങ്ങണമെന്നറിയില്ലേ? അതിന് പാട്ടുപാടി തരിക. ഉറങ്ങട്ടെ. ഇതെന്താ, പാലാ? അതെ, ഇങ്ങ് തരിക. പൈക്കിടാവേങ്ങി നിന്നു പാൽമണം വീണലിഞ്ഞു. അനക്കല്ലേ മാലു, മൊത്തത്തിൽ ഒടിഞ്ഞിരിക്കുക. കുഞ്ഞമ്മാമേ, ആ പാല് കുടിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. എന്താ സംഭവിച്ചത്? അത് ഞങ്ങളുടെ ഒരു പ്ലാനാ. പാലിൽ ഇത്തിരി ഉറക്ക ഗുളിക പൊടിച്ചിട്ട് നിനക്ക് തന്നു. എന്നിട്ട് നിന്റെ ഒരു കിഡ്നി ഞങ്ങൾ അങ്ങ് വിറ്റു. എന്റെ സമ്മതം ഇല്ലാതെയോ? ആ സമ്മതം അല്ലേടാ നീ എനിക്ക് വെള്ളപ്പേപ്പർ ഒപ്പിട്ട് തന്നത്. ഇത്രയും കാലം നീ ഞങ്ങൾക്കിട്ട് പണി തന്നു. ഇപ്പോ ഞങ്ങൾ ആ പണി നിനക്ക് തിരിച്ചു തന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞ മേലെടുത്ത രാഘവൻ നായര് ചേട്ടൻ തന്നെയാ.